വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ തലസ്ഥാനത്തെത്തും. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി കർശന സുരക്ഷ തുടരുകയാണ്. പ്രധാന സേവകരെ സ്വീകരിക്കാൻ വിപുലമായ പരിപാടികളാണ് BJP സംസ്ഥാന നേതൃത്വം ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം പ്രധാന സേവകനെ ഒരു നോക്ക് കാണാൻ അനവധി ആൾക്കാരാണ് പാതയുടെ ഇരുഭാഗങ്ങളിലും ഇപ്പോഴും കാത്തിരിക്കുന്നത്. എത്ര സമയം കഴിഞ്ഞാലും പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ കണ്ടിട്ടേ പോകൂ എന്ന് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. അങ്ങനെ ആകാംക്ഷയുടെയും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെ വേളയിലാണ് തലസ്ഥാനം ഒന്നാകെ. ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയ്ക്ക് മുന്നിൽ നിന്നും ശാലിനി ചേരുകയാണ്. ശാലി, 8 മണിയോടുകൂടി പ്രധാന സേവകൻ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏതാനും 1 മണിക്കൂറിനുള്ളിൽ മാത്രമാണ് സമയം. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ, മറ്റ് ക്രമീകരണങ്ങൾ എത്രത്തോളം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ജനാവലി തന്നെയാണോ അവിടെ ഇപ്പോൾ തന്നെ ഒഴുകിയെത്തിയിരിക്കുന്നത്? സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ ഒരു മണിക്കൂറിലൂടെയാണ് തലസ്ഥാന നഗരം കടന്നുപോകുന്നത്. അനന്തപുരിയുടെ മണ്ണിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ പറന്നിറങ്ങാൻ ഇനി വളരെ ചുരുക്കം സമയം കൂടിയുള്ളൂ. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് മുംബൈയിൽ നിന്നും അദ്ദേഹത്തിനെ വഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക വായുസേനയുടെ പ്രത്യേക വിമാനം പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റിനുള്ളിൽ എനിക്ക് പിന്നിൽ കാണുന്ന ടെക്നിക്കൽ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ വിമാനം പറന്നിറങ്ങും. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് തലസ്ഥാന നഗരം ഈ മണിക്കൂറിൽ കടന്നു പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ തുടങ്ങിയ അതീവ സുരക്ഷ, ആ സുരക്ഷ ഇപ്പോഴും തലസ്ഥാന ജില്ലയിൽ തുടരുന്നുണ്ട്. SPGയുടെ പ്രത്യേക സുരക്ഷാ വലയത്തിലാണ് തലസ്ഥാന നഗരത്തിന്റെ പ്രത്യേക മേഖലകൾ. ഒപ്പം തന്നെ കേരള പോലീസും സുരക്ഷയ്ക്കായി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഉള്ള പട്ടികയിലുള്ളവർ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, AP അബ്ദുള്ളക്കുട്ടി അടക്കമുള്ളവർ ഈ ഒരു ടെക്നിക്കൽ ഏരിയയുടെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഷോൺ ജോർജ് അടക്കമുള്ളവരും ഉള്ളിലേക്ക് കടന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ എത്താനുണ്ട്. ഒപ്പം തന്നെ വിവിധ വ്യക്തിത്വങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താനുണ്ട്. അവരൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ വിമാന വ്യൂഹം ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ ഗേറ്റ്, ഇപ്പോൾ നമ്മൾ കാണുന്ന നീല ഗേറ്റ് ടെക്നിക്കൽ ഏരിയയുടെ പ്രത്യേക ഗേറ്റാണ്. ആ ഗേറ്റ് തുറന്ന് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം 15ഓളം വാഹനങ്ങൾ വരുന്ന വാഹനവ്യൂഹം പുറത്തേക്ക് വരും. ഇന്ന് രാത്രി രാജ്ഭവനിലാണ് അദ്ദേഹം തങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ വിശ്രമിക്കാൻ പോകുന്നത്. രാത്രി അവിടെ ഗവർണർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നൽകുന്ന പ്രത്യേക വിരുന്ന് സൽക്കാരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം നാളെ രാവിലെയോട് കൂടിയാണ് അദ്ദേഹം വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിക്കാൻ, കേരളത്തിന് സമർപ്പിക്കാൻ ആ സ്വപ്ന പദ്ധതി കമ്മീഷൻ ചെയ്യാനായി പുറപ്പെടുന്നത്. 9:30 അദ്ദേഹത്തിന്റെ പ്രത്യേക വാഹനവ്യൂഹം രാജ്ഭവനിൽ നിന്ന് പുറപ്പെടും. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ എത്തുന്ന വാഹനവ്യൂഹത്തിൽ നിന്നും അദ്ദേഹം പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ 3 ഹെലികോപ്റ്റർ അടങ്ങുന്ന ഹെലികോപ്റ്റർ വ്യൂഹത്തിലേക്ക് അദ്ദേഹം കയറും. അതിനുശേഷം 10 മണിയോടുകൂടി അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേക ബർത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഹെലിപാഡിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ആ ഹെലിപാഡിൽ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം അവിടെ അവിടുത്തെ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം MSCയുടെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ മദർഷിപ്പ് നാളെ അദ്ദേഹം സ്വീകരിക്കും. ആ കപ്പൽ സ്വീകരിച്ചതിന് ശേഷമായിരിക്കും ഉദ്ഘാടന ചടങ്ങിനായി വേദിയിലേക്ക് കയറുകയും ചെയ്യുക. എന്നാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ടാകും, മറ്റ് വിശിഷ്ട അതിഥികളുണ്ടാകും. അങ്ങനെ വിപുലമായൊരു ചടങ്ങിൽ നാളെ രാജ്യം കാത്തിരുന്ന, സംസ്ഥാനം കാത്തിരുന്ന ആ ഒരു സ്വപ്ന പദ്ധതി നാടിനെ രാജ്യം കാത്തിരുന്ന ആ ഒരു ശുഭമുഹൂർത്തമാണ് നാളെ. അതിനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് തലസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രപരമായ ഒരു ദൗത്യത്തിലേക്ക് കേരളം കിടക്കുമ്പോൾ ഒന്നാകെ ആവേശത്തിലാണ്, അഭിമാനത്തോടെയാണ്. ശാലിനിയിലേക്ക് എത്താം, തുടരുക. ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ നിന്നും പ്രജിത് മോഹനൻ ചിരിയാണ്. പ്രജിത്ത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ജനാവലിയാണ് പ്രധാന സേവകരെ ഒരു നോക്ക് കാണാൻ അവിടേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത്. പക്ഷേ അധികൃതരുടെ ഭാഗത്ത് നിന്നും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, വലിയ ജനക്കൂട്ടത്തെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വന്നവർ തന്നെ നേരത്തെ ജനം TVയോട് പരാതി പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും പ്രവർത്തിക്കുന്നില്ലെന്ന പരാതി. നിലവിലും ആ സാഹചര്യം തന്നെയാണ് തുടരുന്നത്, അല്ലേ? KP, അങ്ങനെ തന്നെയാണ്. കാരണം അവർ പറഞ്ഞ പരാതികൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഏതാണ്ട് 2-3 മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുന്നവരാണ്. ഇരുട്ടായിരിക്കുന്നു, പ്രധാന സേവകൻ എത്തുമ്പോൾ ഒരു നോക്ക് കാണണമെന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ ആ സമയത്തും അധികൃതർ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ അല്ലെങ്കിൽ ചില സംവിധാനങ്ങളിലെ ചില പോരായ്മകൾ ഇവിടെയുണ്ട്. അവർ തന്നെ ആ വിഷയങ്ങൾ നമ്മോട് പറയും. ചേട്ടാ, എന്താണ് പ്രശ്നം? ഇവിടെ ഈ ഭാഗത്തൊക്കെ പീസ് ഊരിയിട്ടൊക്കെയാണെന്ന് ഒന്ന് അറിയണം. എന്താണ് ഇത്രയും കുറ്റി ഇരുട്ടായിട്ട് ഇത്രയും ഭാഗത്തിൽ ഇത്രയും ആൾ കൂടി കിടക്കുന്നത്? ഇവിടെ എന്തെങ്കിലും ഇപ്പോഴും വല്ല ബോംബ് ഇടേ വല്ല ചെയ്താൽ പോലും അറിയില്ല.
അത്രയല്ലേ കൂരിരുട്ടാണ്. തമ്മിലിടിക്കുക. എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം പോകുന്ന വഴി പോലും കൂരിരുട്ടാണ്. ഈ പോണ വഴിക്ക് എന്തെങ്കിലും വിവരം അറിയുന്നുണ്ടോ അവിടെ? എന്തിനാണ് ഈ ആളുകളൊക്കെ ഇവിടെ നിർത്തിയത്? അല്ലെങ്കിൽ അവർ ഇവിടെ നിന്ന് മാറ്റാൻ പറയും. രാജ്ഭവന്റെ ഫ്രണ്ടില് ഇത്രയും മർമ്മപ്രധാനമായ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ ഈ കൂരിരുട്ടത്താണോ വരുന്നത് അദ്ദേഹം? ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സെക്യൂരിറ്റി സംവിധാനം വലിയ ഇഷ്യൂ ആയിരിക്കുന്ന അവസരം, പാകിസ്ഥാന്റെ ഈ പ്രശ്നങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു തീവ്രവാദി വന്ന് എന്തെങ്കിലും ചെയ്താൽ ആരറിയുന്നത്? മൊത്തം ഇരുട്ടല്ലേ? എന്താണ് ഇത് കാണിക്കുന്നവർ? ഇവിടെ ലൈറ്റ് ഒരുക്കുന്ന ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടെന്നാണോ പറയുന്നത്? സ്വന്തം പാർട്ടിയാറുണ്ട്, ഫീസ് ഊരാറുണ്ട് സാധാരണ സ്വന്തം പാർട്ടി അല്ലാത്ത കേസ്. അതല്ല അങ്ങനെ വല്ല ആണോ എന്ന് അറിയില്ല. അതായിരിക്കാം. ഇത്രയും നോക്ക്, നിങ്ങൾ തന്നെ ഇതിന് നോക്ക്, എവിടെയെങ്കിലും ഒരു വെട്ടം ഇടാൻ പറയും. KP, അങ്ങനെയാണ് ഈ ഉള്ള ലൈറ്റുകൾ പോലും ഇവിടെ പ്രകാശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. കുറേയധികം ആളുകൾ നിൽക്കുന്നു, പക്ഷേ ഒരു ലൈറ്റ് പോലും ഇവിടെ കാണുന്നില്ല. പിണറായി കാണിച്ചു വെച്ചിരിക്കുന്ന വേലയില്ല നമ്മുടെ പ്രധാനമന്ത്രി. അപ്പൊ ഇങ്ങനെ തോന്നിയ ദിവസം കാണിക്കാൻ പാടുണ്ടോ? പ്രധാനമന്ത്രി നമ്മൾ കാണാൻ ഇരുട്ടിലേക്കാണ്. നമ്മൾ ഇരുട്ടിൽ എന്നാലും നമ്മൾ കണ്ടിട്ടേ പോകുള്ളൂ. അത് വേറെ കാര്യം. ഇരുട്ടിലാക്കിയാലും നമ്മൾ കണ്ടിട്ടേ പോവുള്ളൂ. എന്തൊക്കെ ആക്കിയാലും ലൈറ്റ് ഇരിക്കുന്നുണ്ടോ? സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല. ഇമ്പോർട്ടന്റ് ഞങ്ങളെ വന്നിട്ട് ഒരുപാട് സമയമായി. ഇവിടെ അത്രയും പെണ്ണുങ്ങളാണ് നിൽക്കുന്നത്. ഒരു ലൈറ്റ്, ഒരു പ്രകാശം, ഒരു വെള്ളം ഒന്നുമില്ല. നമ്മളെ പ്രധാനപ്പെട്ട ഒരാൾ വരുന്ന, പ്രധാനമന്ത്രി വരുന്ന സമയമാണ്. പക്ഷേ ഇത്രയും ലേഡീസ് നിൽക്കുന്നിടത്ത് ഒരു പ്രകാശം ഇല്ലായിരുന്നു, എങ്ങനെ നിൽക്കും? പരാതികൾ വ്യാപകമാണ്. ഇവർ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നു. ഇവർ ചൂണ്ടിക്കാട്ടുന്ന ചില ലൈറ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ദൂരെ ഒരു ലൈറ്റ് കറക്കുന്നുണ്ട്, പക്ഷെ അതിനിപ്പുറത്തുള്ള ആ സ്ട്രീറ്റ് ലൈറ്റിന് അതിലൊരു പ്രകാശമില്ല, അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു അത് KP ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതല്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ പോലും കാണാൻ കഴിയില്ല. ആ ദൂരെ കാണുന്ന ലൈറ്റിനിപ്പുറത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, പക്ഷെ അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഇവിടെ ഈ ആളുകൾ കൂടി നിൽക്കുന്നിടത്തും ചില ലൈറ്റുകളൊക്കെ ഉണ്ട്. ലൈറ്റ് പോലും ഇല്ല ഇവിടെ. ഇത്രയും സുരക്ഷാ മേഖലയായിട്ട് ലൈറ്റ് പോലും ഇല്ല. എന്ത് 5 മണി പോലെ ഞങ്ങൾ ഇവിടെ നിൽക്കുക. അങ്ങനെയാണ് ആളുകളൊക്കെ മുദ്രാവാക്യമൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രധാനമന്ത്രിയെ കാണാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ ഇരുട്ടത്താണ് നിൽക്കുന്നത്. മനഃപൂർവ്വം ഇവിടെ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തിരിക്കുകയാണ്, ഇവിടെ കറണ്ട് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദുഷ്ടതയാണ്. കാര്യം പ്രധാനമന്ത്രിയെ നമ്മൾ കാണാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സർക്കാരിന്റെ തീരുമാനം. അതുകൊണ്ടാണ് ഈ വെള്ളയമ്പലം ജംഗ്ഷൻ മുതൽ രാജ്ഭവന്റെ അവിടം വരെ ഈ റോഡ് ഇരുട്ടിലാക്കിയിട്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ വന്ന് നിൽക്കുന്ന ജനങ്ങൾ പ്രധാനമന്ത്രിയെ കാണാനോ അഭിവാദ്യം ചെയ്യാനോ പാടില്ല എന്നുള്ള ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ധാർഷ്ട്യമാണ് ഈ കാണിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ പ്രതികരിക്കും. രാജ്ഭവന്റെ മുന്നിലാണ് ഈ കാണുന്നത്. ഈ വെട്ടം ഇല്ലാതെ ഇത്രയും ജനങ്ങൾ നിൽക്കുന്നത് രാജ്ഭവന്റെ മുന്നിലാണ്. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി വരുമ്പം അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന നമ്മളെ കാണരുത്. അതാണ് മെയിൻ തീരുമാനം. ഈ ലൈറ്റ് മനഃപൂർവ്വം ഓഫ് ചെയ്തേക്കുന്ന ഞങ്ങളിപ്പം ഇതിനു വേണ്ടി പ്രതികരിക്കാൻ വേണ്ടി എല്ലാവരും റോഡിലിറങ്ങും. KP, ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, പക്ഷേ അതൊന്നും പ്രകാശിക്കുന്നില്ല. ആളുകൾ പറയുന്ന പരാതി അത് യാഥാർത്ഥ്യമാണ്. കാരണം പ്രധാന സേവകൻ വരുന്ന വഴിയാണ്, അദ്ദേഹത്തിന് അതീവ സുരക്ഷാ ബ്രിജിത്ത്, ഒപ്പം തന്നെ അവർ സൂചിപ്പിച്ചതുപോലെ ഏറെ തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടിയാണ്. രാജ്ഭവന് സമീപത്താണ്, അത്രയും നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമുള്ളത്. ഇത് ബോധപൂർവമാണ് ഇത്തരം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് എന്ന് കുറ്റം പറഞ്ഞാൽ അതിന് നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഒന്ന്, പ്രധാനമന്ത്രി വരുന്ന ഒരു സമയമാണ്, തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്, ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു നിസ്സംഗത അല്ലെങ്കിൽ ഒരു വലിയ കൃത്യവിലോപം തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ്. KP, നിങ്ങൾ എത്ര നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങളിവിടെ ഒരു 2 മണിക്കൂറിൽ കൂടുതലായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ലൈറ്റ് പോയത് കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കേരളത്തിന്റെ അവസ്ഥയാണ്. മനഃപൂർവ്വം ചെയ്തിരിക്കുന്നതാണ്. മനഃപൂർവ്വമായിട്ട് ചെയ്ത് മാധ്യമങ്ങളിലൂടെ കാണണം, ഇവിടുത്തെ കാണണം. പല പ്രശ്നങ്ങളും ഉള്ളതാണ് ഇവിടെ ബോംബ് ഭീഷണി മറ്റേതൊക്കെ. ഇവിടെ സീറ്റ് ഒന്നും കത്തുന്നില്ല. അപ്പുറത്ത് വരേണ്ടടുത്ത് പോലീസുകാർ നിൽക്കുന്നത് എല്ലാം ഇരുളാണ്. ഇതെന്താണ് സുരക്ഷിതത? ഇവിടെ ഈ ഗവൺമെന്റ് സുരക്ഷിതമായിട്ട് ഇങ്ങനെയുള്ള സുരക്ഷിത ഉണ്ടാക്കേണ്ടത്. നേരെ ചൊവ്വ ലൈറ്റുകളിട്ട് ഈ സീറ്റ് ലൈറ്റ് എങ്ങനെ കത്തിക്കണ്ടേ? എത്ര സീറ്റ് ലൈറ്റ് ഇവിടെ കത്തുന്നില്ല. സീറ്റ് ഒന്നും കത്തില്ല. ക്യാമറ രാജ്ഭവന്റെ മുൻവശത്ത് ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാത്ത ഗവൺമെന്റ് എന്തോന്നത്? ഇത്തരം പറയും.